സത്യത്തിൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞു? ഇല്ല. അത് ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? ആക്ടിംഗ് ആയിരുന്നു, മനസ്സിലാവേ ഇല്ല. ആൾക്കാരെ പറ്റിച്ച പോലെ ആയി. ആരെയും പറ്റിച്ചില്ലല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അമ്മ വിളിച്ചിട്ട് കരഞ്ഞായിരുന്നു. പിന്നെ എന്നോട് സംസാരിച്ചു, അല്ലെന്റെ അമ്മ ഇതൊക്കെ സത്യമാണോ, സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചു. നീയോ ഇങ്ങനെയായി. ഇനി ഒരു കല്യാണം കൂടെ കഴിച്ച് ഇതുപോലെ ബുദ്ധിയില്ലാത്ത കുറെ പൊട്ടന്മാരെ കൂടെ ഉണ്ടാക്കണോ എന്നാരാ? ഞാൻ പറഞ്ഞില്ല അമ്മ, ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്, ഫോട്ടോഷൂട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അമ്മയുടെ കാര്യം പറഞ്ഞ അമ്മ ഭയങ്കര ഹാപ്പി. ഒരു കുടുംബം രക്ഷപ്പെട്ടാ. എനിക്ക് അല്ലെന്റെ അമ്മ ഇഷ്ടപ്പെട്ടു. പാവം അമ്മ, നല്ല സ്നേഹമുള്ള അമ്മ. അമ്മ ഒറിജിനൽ വിചാരിച്ചു. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. മനുഷ്യന്മാർക്ക് മാറാതെ നേരമാണ്. അനിയത്തി മറ്റേ ആദ്യം തന്നെ പറഞ്ഞു, മറ്റേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സീനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേട്ടില്ല. പിന്നെ സംഭവം പറഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പറയായിരുന്നേണ്. നമ്മള് താലി കെട്ടുന്നേ കാണിക്കുന്നില്ല, പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതില്ല. പറ്റിച്ചൊന്നും ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതിലെ ക്ഷമ ചോദിക്കുന്നു ആൾക്കാർ തെറ്റിദ്ധരിച്ച്. എന്റെ പെങ്ങളായിപ്പോയില്ല, അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ. ക്ഷമിക്കുക ഇപ്രാവശ്യം കൂടി പ്ലീസ്. അളിയ കട്ട് ചെയ്ത്